വെൽക്കം. എന്നെ കേൾക്കാനും കാണാനും പറ്റുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, എന്നെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യാമേ. നമ്മുടെ എറ്റേണ ഫ്ലോയുടെ വീക്ക്ലി ഫീൽ ഫ്രീ ടോക്കിലെ പുതിയൊരു വെബിനാർ ആയിട്ടുള്ള ആൽഫ പാരന്റിങ് എന്നൊരു സബ്ജക്റ്റുമായിട്ട് ഇന്ന് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. എല്ലാരും റെഡി അല്ലേ? ഓക്കെ. പാരന്റിങ്, നമ്മളെല്ലാവരും പാരന്റ്സ് ആണ്. ഓൾമോസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും പാരന്റ് തന്നെ ആയിരിക്കും. അപ്പം പാരന്റിങ് എന്നത് നമ്മൾ പഠിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണോ? നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യണം കേട്ടോ. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. പാരന്റിങ് നമ്മളൊക്കെ പഠിച്ചിട്ടാണോ പാരന്റ് ആയത്? അല്ലേ? നമ്മൾ പോലും അറിയാതെ നമ്മൾ പാരന്റ് ആയിട്ടുണ്ട്. നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാം, അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പാരന്റിങ്ങിനൊക്കെ ഇത്രയധികം പ്രാധാന്യം വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പേ ശരിക്കും നമ്മൾ തന്നെ ഒരു 2000-ത്തിനൊക്കെ മുമ്പേ ആണെങ്കിൽ ഒരിക്കലും ഒരു പാരന്റിങ് സെഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് പോലും ഇത്രയും ഇമ്പോർട്ടന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പാരന്റ്സിൽ നിന്നും നമുക്ക് കിട്ടിയതുപോലെ നമ്മൾ നമ്മളെ മക്കളെ വളർത്തുന്നുണ്ട്. അവർക്ക് അവരുടെ പാരന്റിൽ നിന്നും കിട്ടിയ രീതി അനുസരിച്ച് അവരവരെ മക്കളെ നമ്മളെ വളർത്തി. അങ്ങനെ ഒരു ജനറേഷൻ ആയിട്ട് കൈമാറ്റം വന്നു പോകുന്ന ഒരു പ്രക്രിയയായിരുന്നു പാരന്റിങ് എന്നിട്ടുള്ളത്. അപ്പം ജനറേഷൻ ഗ്യാപ്പിൽ ഓരോ പാരന്റ്സും അവരുടെ കുട്ടികളെ എങ്ങനെയാണോ കെയർ ചെയ്തത്, എങ്ങനെയാണോ വളർത്തിയത്, അതിൽ നിന്നുള്ള ഒരു ഭാഗം അടുത്ത ജനറേഷനിലേക്ക് വന്നിട്ട് അങ്ങനെ കൈമാറ്റത്തിലൂടെയാണ് ഇതുവരെ പാരന്റിങ് വന്നത്. എന്നാല് ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്ന കുറെ പേരുകളുണ്ട്. ജെൻ ആൽഫ, ജെൻ ബീറ്റ, ഗാമ ജനറേഷൻ, ഇങ്ങനെ കുറെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? എന്താണ് ഈ ആൽഫ ജനറേഷൻ, ജെൻസി, ഗാമ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം? ഇത് ഓരോ ജനറേഷന്റെ ഗ്യാപ്പിനനുസരിച്ചുള്ള പേരുകളാണ്. അപ്പോ നമ്മൾ ഈ ജനറേഷൻ ആയിട്ട് തരംതിരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പേരുകളും വന്നിട്ടുള്ളത്. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, അവരൊക്കെ മക്കളെ വളർത്തിയിട്ടുണ്ട്. എന്നാല് വളരെ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പും ഈ ജനറേഷൻ ഓരോ പേരുകളും കൊടുത്തിട്ടുള്ളത് അല്ലെ? ഇതാദ്യമായിട്ട് സോറി, നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ആ ഒരു ജനറേഷനിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുട്ടികളെ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഈ ജനറേഷനും അതിന് പേരുകളും കൊടുക്കാൻ തുടങ്ങിയത്. then അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ വന്നു, അതിന് അവരെ ബേബി ബൂമേഴ്സ് എന്ന് പറഞ്ഞു. then ജെൻ ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, ജനറേഷൻ സെഡ്. അതിനുശേഷം പുതുതായിട്ട് വന്ന പേരാണ് ജനറേഷൻ ആൽഫ. ഏകദേശം 2010 മുതലുള്ള കുട്ടികൾ, 2025 വരെയുള്ള കുട്ടികളാണ് ഈ ഒരു പാറ്റേണിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മുഴുവനായിട്ടും പറ്റൂല, ചെറിയൊരു ഇൻട്രോ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ എന്ന് പറയുന്ന മില്ലീനിയേഴ്സ്, ഏകദേശം ഇപ്പൊ ഉള്ള പാരന്റ്സ് ഒക്കെ ജനറേഷൻ എക്സിലും വൈയിലും പെട്ടവർ തന്നെയാണ്. അതുകൊണ്ടാണ് ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. അവരുടെ ആ ഒരു വൈബിലേക്ക് നമ്മൾ എത്താത്തതിന്റെ കാരണമാണ്. അതുപോലെ നമ്മൾ അവരെങ്ങനെ കെയർ ചെയ്യണമെന്നുള്ളത് ഇതുവരെയുള്ള ജനറേഷനെ കെയർ ചെയ്തതുപോലെ അല്ല പുതിയൊരു ജനറേഷനെ നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പൊ 2025 ജനുവരി 1 മുതൽ പുതിയ ജനറേഷൻ വന്നു അല്ലെ? ബീറ്റ ജനറേഷൻ ആണത്. ഇനി
ഇപ്പം 2025 ജനുവരി മുതലുള്ള ജനിക്കുന്ന കുട്ടികളൊക്കെ ബീറ്റ ജനറേഷനാണ്. അപ്പൊ അവർ ആൽഫ് കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനാണ്. അവരെങ്ങനെ കെയർ ചെയ്യണമെന്നുള്ള പുതിയ പഠനങ്ങളും റിസർച്ചുകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇപ്പൊ വന്ന് ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ് കൊറോണക്ക് മുമ്പെയും കൊറോണ വൈറസ് വന്ന് ഈ കോവിഡിന്റെ മുമ്പ് ഉണ്ടായിരുന്നതും അതിന് ശേഷമുള്ളതും നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ മതി. ജനറേഷൻ വൈ എന്ന് പറയുന്നതാണ് മില്ലീനിയേഴ്സ് എന്ന് ആൽഫ ജെൻസികൾ വിളിക്കുന്ന, നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഏകദേശം പാരന്റ്സ് ഒക്കെ ആ ഒരു ലെവലിലായിരിക്കും. ഇപ്പൊ ഒരു +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന പാരന്റ്സ് ഒക്കെ ജനറേഷൻ വൈ ആവാനാണ് സാധ്യത ഉള്ളത്. ഇവർക്കുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ ഡിജിറ്റൽ യുഗത്തിന് ഇല്ലാതിരുന്ന ഒരു കാലവും കണ്ടിട്ടുണ്ട്. എന്നാൽ അത് വന്നതിന് ശേഷമുള്ളത്, ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവരുടെ കുട്ടിക്കാലത്തും ഇവർ ജനിച്ച സമയത്തും ഇതുപോലെ ഇത്രയും ഡിജിറ്റലൈസേഷൻ ചെയ്യാത്ത ഒരു സമയത്താണ് അവർ ജനിച്ചത്. അപ്പൊ രണ്ട് ഭാഗവും ഇല്ലാതിരുന്ന ഒരു കാലവും ഉള്ള ഒരു കാലവും കണ്ടിട്ടുള്ള ആളുകളാണ് ജനറേഷൻ വൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടവര്. എന്നാൽ ജെൻസി എന്ന് പറയുന്ന ആ ഒരു ഇത് ഡിജിറ്റലൈസേഷന്റെ തുടക്കത്തിലുള്ള ആളുകളാണ്. അവര് ജനിച്ചപ്പോ തന്നെ ഇവിടെ മൊബൈൽ ഫോൺ ആണെങ്കിലും അങ്ങനെ ആ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ജനിച്ചു വീണ കുട്ടികളാണ് ജെൻസി എന്നറിയപ്പെടുന്ന കുട്ടികൾ. 2000 ആ ഒരു സമയം മുതലുള്ളവര് ജനറേഷൻ ജെൻസി എന്നറിയപ്പെടുന്നവരാണ്. എന്നാൽ 2010 ശേഷം AI യുഗത്തിൽ വന്ന ഡിജിറ്റൽ യുഗത്തിൽ വന്ന 2010 ശേഷമുള്ള കുട്ടികളാണ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത്. ഇവര് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവര് ഭയങ്കര അക്രമാസക്തരാണെന്ന് പറയുന്നുണ്ട്, ദേഷ്യം കൂടുതലാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരിങ്ങനെ മനസ്സിലാക്കണം എന്ന് പാരന്റ്സിന് അറിയാതെ പോകുന്നുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവര് ബിഹേവ് ചെയ്യുന്നവരുണ്ട്. എന്നാലും ഇവരിലുള്ള ക്വാളിറ്റീസും ഒരുപാട് നല്ല ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ ഇവരെ നമ്മൾ കെയർ ചെയ്യുന്നിടത്താണ് ഇവരിൽ ഉണ്ടാവുന്ന റിസൾട്ടിനെയും ബാധിക്കുന്നത്. ഓക്കെ. അപ്പം ഈ AI യുഗത്തിൽ ജനിച്ച കുട്ടികൾ നമുക്കറിയാം, ഇപ്പൊ നമ്മൾക്കറിയുന്ന 100% നമ്മളെക്കാൾ ഒരുപാട് ഈസി ആയിട്ട് AI ടൂൾസുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ ഉള്ള കുട്ടികൾ. എന്നാൽ നമ്മളിത് പഠിച്ചെടുക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവര് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ള ആളുകളാണ്. ഇവര് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഷോ ഓഫ് കൾച്ചർ എന്ന ഒരു പാർട്ടിന്റെ ഭാഗമാണ് ഇവർ. ഷോ ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ വെൽത്ത്, ലക്ഷറീസ്, സക്സസ് ഇതൊക്കെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ടവരാണ് ഈ കുട്ടികൾ. ഇതൊക്കെ നമ്മളെ കാലഘട്ടത്തിൽ കുറച്ച് മുമ്പുള്ള കാലത്ത് ജെൻസി, ജെൻ വൈയും ജെൻ എക്സും ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ മാത്രമേ അറിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പൊ ഉള്ള കുട്ടികൾ അങ്ങനെ, ഇപ്പൊ ഉള്ളവർക്ക് അങ്ങനെയല്ല വേണ്ടത്. അവര് വേൾഡ് വൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫുകള്, ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങള് എല്ലാം ഇവർക്ക് ഒരു നോർമലായിട്ട് കിട്ടുന്നത് പോലെ തന്നെയാണ് അവര് വിചാരിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും. അപ്പൊ ഇത് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും സ്റ്റാറ്റസ് ആയിട്ടാണെങ്കിലും എന്ത് കാര്യവും, സക്സസ് ആണെങ്കിലും വെൽനസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ സോഷ്യലൈസ് ചെയ്യാണ്. നമ്മൾ സ്റ്റാറ്റസ് വെച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ചെയ്യുന്ന ആളുകൾ, ആക്ടേഴ്സ്, ഇവരെല്ലാവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഉപയോഗിക്കാത്തതാണെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവര് മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഐഫോൺ വേണം, ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം, ബ്രാൻഡഡ് ആയിട്ടുള്ള ചെരുപ്പ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് കിട്ടാതിരിക്കുമ്പോൾ ഇവര് ഫിയർ ഓഫ് മിസ്സിങ് എന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. ലക്ഷറി ആയിട്ടുള്ള ബൈക്കുകൾ ഇതൊക്കെ ഇവർക്ക് കിട്ടാതാകുമ്പോൾ ഇത് ഒരു റിയൽ ലൈഫ് എന്നത് അവരുടെ അടുത്ത് വരുന്നില്ല. അവർക്ക് ഈ ഒരു സാധനങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇമ്പാക്ട് കാരണം ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്.
പിന്നെ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മെയിനായിട്ട് ഇവർ അനുഭവിക്കുന്ന പ്രശ്നം, ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് മൂലം ഈ അവരുടെ പാരന്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ അറിയാതെ ഈ ലക്ഷറി ലൈഫിനെ അവര് ആഗ്രഹിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് പിന്നെ ക്ഷമ കുറവാണെന്ന് പറയുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള അവരുടെ കുറച്ച് ഡിസ്ക്വാളിറ്റീസ് ആണ് കേട്ടോ പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ എന്നല്ല, പാരന്റ്സ് ഇപ്പൊ പറയുന്ന മക്കളെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്തായാലും ഉണ്ട്, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ ക്ഷമ കുറവാണെന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താ? നമ്മളൊക്കെ 2.5 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഉള്ള ഒരു സിനിമ ഒരേ ഇരിപ്പിൽ കണ്ടു തീർത്ത് അതിന്റെ ഇടയിലുള്ള പരസ്യം പോലും കണ്ടു തീർത്ത ഒരു ജനറേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഉള്ള കുട്ടികള് 30 സെക്കൻഡുള്ള റീൽസ് പോലും മുഴുവനായിട്ട് കാണാൻ ഇവർക്കുള്ള ക്ഷമയില്ല. അത്രയും സമയം ഇവർ ഇരിക്കുന്നില്ല. അത് ഒരു നമ്മുടെ ബ്രെയിനിൽ വന്ന ഫാസ്റ്റ്. പിന്നെ അവര് ഡിജിറ്റൽ യുഗത്തിലാണ് നടന്നത്, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഇവർ വണ്ടിയിലാണ് പോകുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ തന്നെ സ്പീഡ് കൂടിയ കാരണം ഇവർക്ക് ക്ഷമ കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് അനുകരണം കൂടുതലായി. ഒരിക്കലും ഇവരെ റോൾ മോഡൽ പാരന്റ്സ് ആവുന്നില്ല. ആവുന്നതുണ്ട്, ആ രീതിയിൽ കെയർ ചെയ്ത് വളർത്തുന്നത്, കംപ്ലീറ്റ്ലി അല്ല പറയുന്നത്. ഇവര് റോൾ മോഡൽ ആക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെയാണ് ഇവര് റോൾ മോഡൽ ആക്കുന്നത്. വീരാരാധന കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്, പിന്നെ എന്താ ഒരു സോഷ്യലൈസേഷൻ കുറവാണ്, ഫോണിന്റെ ഉപയോഗം കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ, പിന്നെ ഗെയിം അഡിക്ഷന്, പിന്നെ അതേപോലുള്ള കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നു. എന്നാല് ഈ ഒരു ജനറേഷന് പൊതുവെ നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മളെക്കാളും ഫോർ എക്സാമ്പിൾ ജനറേഷൻ എക്സ് വൈ മില്ലേനിയേഴ്സ് ഒക്കെ പറയുന്ന നമ്മളെക്കാളും ഒരുപാട് ബെസ്റ്റ് ക്വാളിറ്റീസ് ഇവരിലുണ്ട്. എന്നു പറഞ്ഞാൽ ഇവര് ഹെൽത്ത് ഒക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മളൊക്കെ പഞ്ചസാര എന്താ ചായയിലിട്ട് കഴിക്കുമ്പോൾ ഇവരത് അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ എന്ത് കാര്യമാണെങ്കിലും ഓയിലിന്റെ യൂസ് ചെയ്യുന്നത്, ഷുഗർ യൂസ് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഹാനികരമാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ജിമ്മ് പോകുന്നതൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്, സൗന്ദര്യബോധം കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ സെൽഫ് കെയറിലൊക്കെ ഇവര് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. അവരെ ഹെൽത്ത് നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താ പറയണ്ടേ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ഒരു ജനറേഷനിൽ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മക്കളായിട്ട് വളർത്താൻ പറ്റുന്നവരാണ്. അപ്പൊ ഇവരെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പാരന്റ്സ് ചെയ്യേണ്ടത്. കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അവനെ ചേർത്ത് പിടിക്കും. പണ്ട് മുതലേ നമുക്ക് കിട്ടിപ്പോന്ന ആ ഒരു വടി അടിച്ച് വളർത്തണം, അല്ലെങ്കിൽ കാർക്കശ്യ സ്വഭാവത്തിൽ വളർത്തണം അവരെ. നമ്മള് എന്താ പറയണ്ടേ, മുമ്പ് അടി ഒരു കുട്ടിയാണെങ്കിൽ ഒന്നാണെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണം എന്ന് പറയില്ലേ, ഒലക്ക കൊണ്ട് വളർത്തണം എന്ന് പറയും. അതേപോലെ അങ്ങനെ ഒരു ശിക്ഷാ രീതി ഇവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇവരുണ്ടാക്കി തരുന്നത്. ശിക്ഷാ രീതിയിലുള്ള ഒരു പാരന്റിങ് സിസ്റ്റത്തോട് ഈ കുട്ടികള് തീരെ ചെയ്യുന്നില്ല, ഇവരാഗ്രഹിക്കുന്നില്ല. അവരാ രീതിയിൽ നന്നാക്കി നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നേരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് പാരന്റിങ് രീതിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷെ നമ്മുടെ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പാരന്റിങ് രീതികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മള് ഈ ജനറേഷൻ ആൽഫക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാരന്റിങ് രീതി എന്ന് പറയുന്നത് പോസിറ്റീവ് പാരന്റിങ് ആണ്. നമ്മൾ പല കാര്യങ്ങളും ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ അവരെ ശീലിപ്പിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങൾ, കുറെ ഹാബിറ്റ്സ് ഉണ്ട്. എല്ലാത്തിനും അതെടുക്കരുത്, ഇതെടുക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം എന്താണോ ചെയ്യേണ്ടത് അത് പറഞ്ഞിട്ട് അവരെ വളർത്തുക. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഈ സ്റ്റെപ്പ് കയറി പോവാണ്, 2 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അത് ചെയ്യരുതെന്ന് പറയും, കുട്ടി ജനലിൽ പോയി കയറും, അല്ലെങ്കിൽ വേറൊന്ന് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ എടുത്ത് കളിക്കുന്നവരെ നമ്മൾ പറയും
വേണ്ട അത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അവര് പടി കയറി പോവാണെങ്കിൽ ഒരിക്കൽ അവരുടെ പിന്നാലെ നമ്മൾ പോയി കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? നോർമൽ ആയിട്ട് അവരെന്നെ അത് നിർത്തിക്കളയും. അതേപോലെ അവർക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. ഗിവ് ദം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫോർ ഡൂയിങ് ഗുഡ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ അപ്രിഷിയേറ്റ് ചെയ്യാൻ മടിക്കാതിരിക്കും. നമ്മളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അപ്രിഷിയേഷൻ. എന്നാൽ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ അവരെ ഒരു എന്തെങ്കിലും തെറ്റുകൾ ഫോൾട്ടുകൾ വന്ന ആ സമയത്ത് നമ്മൾ ഒരുപാട് ഉപദേശിക്കുന്നു, അത് ചെയ്തതിനെ കുറിച്ച് കുറ്റപ്പെടുത്തിയും പറയുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പൂർണ്ണമായിട്ടും മറക്കാറുണ്ട്. അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലേബലിംഗ് ദം ആസ് എ ബാഡ് കിഡ്. മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട്, അവരുടെ ഫ്രണ്ട്സിനാണെങ്കിലും നമ്മളെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഇടയിൽ വെച്ചിട്ട് അവര് ചെയ്ത മോശം കാര്യങ്ങൾ, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയാതിരിക്കും. ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഷോ ദാറ്റ് യുവർ ലവ് ഇൻ അൺകണ്ടീഷണൽ. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആയിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെയാണ്? നമ്മൾ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ചൊല്ല് തന്നെ ഉണ്ട്, നമ്മൾ മക്കളെ വളർത്തുന്നത് നമ്മളെ നോക്കാനാണ്. ഇത് അതൊരു തെറ്റായ ധാരണയാണ്. അവര് ഒരു സ്വതന്ത്രനായ പേഴ്സൺ ആണ്. അപ്പൊ അവർക്ക് വേണ്ട കെയറിങ് കൊടുത്ത് അവരെ വളർത്തുക എന്നതാണ് ഒരു പാരന്റിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ആ ഒരു പാരന്റിങ് കൊടുത്തിട്ട് അവര് നർച്ചറിങ് ചെയ്തിട്ട് വളർത്തി നാളത്തെ സമൂഹത്തിലേക്ക് നല്ലൊരു വ്യക്തിയായിട്ട് പറഞ്ഞയക്കുക വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു കണ്ടീഷൻ വെച്ചിട്ടാവാൻ പാടില്ല. എക്സാമിന് മാർക്ക് കിട്ടിയാൽ ഞാൻ ഇത് വാങ്ങിത്തരും, അല്ലെങ്കിൽ നീ ഇത് ചെയ്താൽ അത് ചെയ്യും, അങ്ങനെ അല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ കണ്ടീഷൻ വെച്ചുകൊണ്ട് അവരോട് നമ്മൾ ഒരു കാര്യം പറയാതിരിക്കുക. അവരുടെ നമ്മുടെ സ്നേഹം അൺകണ്ടീഷനിലാണ്. നീ എക്സാമിന് തോറ്റാലും ജയിച്ചാലും ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിനക്ക് പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കെയർ ചെയ്യുക ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അവരിൽ നിന്നും ലാസ്റ്റ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, മോഡൽ വാട്ട് യു എക്സ്പെക്റ്റഡ്. നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ മോഡൽ ചെയ്തു കൊടുക്കും. നമ്മൾ പറയുന്നതോ നമ്മള് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഉപദേശങ്ങളോ ഒരിക്കലും അവർ കേൾക്കുന്നില്ല. മക്കള് നമ്മളെ ഒരു മിറർ പോലെ തന്നെയാണ് നമ്മളെ കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് അവര് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയോട് ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞാല് ഒരിക്കലും അത് നിർത്തൂല. നമ്മൾ ടൈം വെച്ചിട്ടുണ്ടോ ആ ഒരു ടൈമിന് നമ്മൾ ഫോൺ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതേ ശീലം കുട്ടിയിലും വരും. കുട്ടിയോട് നമുക്ക് പറയാനുള്ള അർഹത പോലും ഉണ്ട്. നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ എന്തിനാ ഗെയിം കളിക്കുന്നത്, നീ എന്തിനാ ഫോൺ എടുക്കുന്നത് കുട്ടിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. സോ അവരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അവർക്ക് മോഡലായി നിന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക. ആ ഷോ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് തരും. കണ്ണാടിയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതിബിംബമാണ്. അതേപോലെ നമ്മളെ മക്കള് ഫോളോ ചെയ്യുന്നത് നമ്മളെയാണെന്ന് തികഞ്ഞ ബോധ്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്താല് ഏത് ജനറേഷൻ വന്നാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഒരു കെയറിങ് കൊടുത്ത് നമ്മൾ അവരെ വളർത്തുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അവർക്കൊരു സെൽഫ് ഉണ്ടാക്കി കൊടുക്കുക. ഇത് ചെറിയ കുട്ടികളായ മുതൽ സമയത്തെ നമ്മൾ പാരന്റിങ് രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ കുറച്ചൊരു വലുതായി ഒരു എന്താ ടീനേജിലൊക്കെ എത്തിയ കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ, ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അവര് പറയുന്നതൊന്നും പാരന്റ്സിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഷോപ്പ് കൾച്ചറിന്റെ ഭാഗവും ഷോപ്പ് കൾച്ചറും
ഫിയർ ഓഫ് മിസ്സിംഗ് ഒക്കെ അനുഭവിക്കുന്ന ടീനേജേഴ്സിലുള്ള കുട്ടികളാണ്. അവര് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അവര് അക്രമാസക്തരാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ ചേർത്ത് പിടിക്കുക. പിന്നെ അവരുടെ സെൽഫിനെ നമ്മൾ എന്ത് ചെയ്താൽ നർച്ചറിങ് ചെയ്ത് നല്ലൊരു സെൽഫ് ഉണ്ടാക്കി. എനിക്കൊരു സെൽഫ് ഉണ്ട്, ഞാൻ എന്ന ഒരു ലേബൽ ഉണ്ട്. ആ ഒരു ലേബൽ ഓരോ കുട്ടിക്കും ഉണ്ടാക്കിയെടുക്കുക. അതിന് എന്തൊക്കെ വേണം? സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് ഇമേജ്, അവർക്ക് നല്ലൊരു ഇമേജ്, ഞാൻ ആരാണെന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നല്ല റിയൽ ലൈഫ് എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ അവർ ഒരിക്കലും സ്വതന്ത്രരായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള കുട്ടികളാവുന്നില്ല. പക്ഷെ ആ ഒരു റൂട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക, അവരതിലേക്ക് നർച്ചർ ചെയ്യുക. അപ്പൊ ഇവരുടെ സെൽഫ് വർത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യമാണോ, ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, ഓരോ പാരന്റിങ് രീതിയും വ്യത്യസ്തമാണ്, ഓരോ പാരന്റും വ്യത്യസ്തരാണ്. അപ്പം ഒരു കുട്ടീനെ വളർത്താൻ ഇന്നൊരു രീതി എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റാത്ത ഒരു ഏരിയയാണ് പാരന്റിങ് എന്ന് പറയുന്നത്. എങ്കിലും അവിടെ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക. 3 C's അവർക്ക് കൊടുക്കാനാണ്. 3 C's എന്ന് പറയുമ്പോൾ ഒന്ന് കെയർ ആണ്. ഈ കെയറിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അവർക്ക് ആവശ്യമുള്ള അൺകണ്ടീഷണൽ ലവ്, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കെയർ കൊടുക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. മൂന്നാമത്തെ സി കൺസിഡറേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനും കൺസിഡറേഷനും അവര് കുട്ടിയാണ് എന്നുള്ളൊരു പരിഗണന കുട്ടിക്ക് കൊടുക്കണം. അത് നമ്മൾക്ക് കളിക്കാനുള്ള ഒരു കളിപ്പാവ ഒന്നല്ല, അവര് സ്വതന്ത്രരായ ഒരു വ്യക്തികളാണ്. അവരെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം, അവരോട് കൂടെ ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ഒരു തീരുമാനം എടുക്കാന്. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ പറയും. അപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും. എന്നാൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് അവരിഷ്ടപ്പെടുന്നില്ല, അവരെന്നല്ല ആരും ഇഷ്ടപ്പെടുന്നില്ല അടിച്ചേൽപ്പിക്കുന്നത്. അതേപോലെ ആ ഒരു കാര്യം. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എപ്പോഴും ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് ഉണ്ടാവും, ടാബായിട്ടോ ലാപ്ടോപ്പ് ആയിട്ടുണ്ടാവും. ഈ 4 നിൽക്കുന്ന അവര് പരസ്പരം ദിവസം കാണുന്നവരാണെങ്കിൽ പോലും സംസാരിക്കാത്ത ഇടങ്ങളുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ പോലും ടൈമാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയമാണ് അവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിനൊക്കെ ഡെഫിനിഷൻ, ലവ് എന്ന് പറഞ്ഞുള്ള ഡെഫിനിഷൻ ഒക്കെ മാറി. ആ ഒരു ടൈമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക, നമ്മളും കുട്ടികളും തമ്മിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദിവസവും തന്നെ ഒരു സമയം അവർക്ക് വേണം, അവരുമായിട്ട് സംസാരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ, ഫോണിൽ തോണ്ടി കളിക്കാതെ മക്കളോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക, അവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സിസ്റ്റം നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയെടുത്താല് അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ടോട്ടലി പറഞ്ഞ കാര്യങ്ങൾ ജനറേഷനെ കുറിച്ചാണ്. ജനറേഷൻ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമാണ് ഈ ജനറേഷൻ എന്ന് പറയുന്ന സങ്കല്പം ഒരു ടീം ഉണ്ടായിട്ട് വന്നത്. ലോസ്റ്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, പിന്നെ ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, മില്ലേനിയേഴ്സ് എന്ന് പറയും, ജെൻസി. താഴിലാണ് തന്തവൈബൊക്കെ വരുന്നത്, ജെൻസിയാണ്. ഈ ജെൻസിനെ തന്തവൈബാക്കുന്ന ആളുകളാണ് ജെൻ ആൽഫ എന്ന് പറഞ്ഞ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷന്. അപ്പൊ ഈ 2025 മുതൽ വരുന്നതാണ് ജെൻ ബീറ്റ എന്ന് പറയും, ജനറേഷൻ ബീറ്റ. അപ്പൊ ഇവര് നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങള്, പിന്നെ അതേപോലെ അവരെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റെക്കോർഡിങ് ഒഴിവാക്കാം, അവർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ സമയം ഉപയോഗപ്പെടുത്താം.
ഹലോ, ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല? എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ എന്നാല്. ഹലോ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം നമ്മുടെ സമയമായിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ.